കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞ എന്റെ കൂട്ടുകാര് 7ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാ. ഇതുവരെ ആ കൂട്ട് ഞാൻ വിട്ടിട്ടില്ല. അല്ല നിന്റെ ഇപ്പോഴത്തെ കൂട്ടുകാരെ പോലൊന്നും അല്ല. അതിന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് എവിടുന്ന് 7ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ്? അങ്ങനെ പറഞ്ഞല്ലടി, നിന്റെ ഫ്രണ്ട്ഷിപ്പിന് വിലയില്ലെന്നാ പറഞ്ഞ. അങ്ങനെ വിലയിടാൻ ഫ്രണ്ട്ഷിപ്പ് എന്താ? തേങ്ങ ചക്ക വില ആണോ? എടി ഇന്നലെ നീ നിന്റെ ഫ്രണ്ടിനോട് ഒരു പേന വെച്ചിട്ട് തന്നോ അവളെ? ഇല്ല. അതാ ഞാൻ നിന്നോട് പറഞ്ഞേ, നിന്റെ ഫ്രണ്ട്സ് ഒന്നും റിയൽ അല്ലെന്ന്. ഒന്ന് പോവമ്മേ. ഒരു പേനുള്ള അവളെ എനിക്കിങ്ങനെ വേറെ പേന ആയിരുന്നേ. അത് പിന്നെ വേണമെങ്കിൽ തരുമൊക്കെ ചെയ്യാം. എങ്ങനെ തരാൻ? പുറത്തിറങ്ങി കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വരണോ? തരണം. അതാ റിയൽ ഫ്രണ്ട്സ്. അമ്മയ്ക്ക് എന്താ, സ്കൂളിൽ വന്നപ്പോ തൊട്ട് തുടങ്ങിയാണല്ലോ ഫ്രണ്ട്സിന്റെ കുറ്റം പറിച്ചില്. എന്താ കാര്യം? എനിക്കെന്താ, എനിക്കൊന്നുമില്ല. ഇന്ന് നിന്റെ ബാഗ് തുറന്നപ്പം ബിരിയാണി കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ബിരിയാണിയോ? കഴിഞ്ഞ ആഴ്ച ഈ ദിവസം നിന്റെ കൂട്ടുകാരി നിനക്ക് ബിരിയാണി ഒന്നും വിട്ടില്ലേ? സ്നേഹമുള്ള കൂട്ടുകാരി ആയിരുന്നെങ്കിൽ ഈ ആഴ്ചയും ബിരിയാണി ഒന്നും വിട്ടേനെ. അമ്മ എന്തോ ഈ പറയുന്നേ? എല്ലാ ആഴ്ചയും ബിരിയാണി തരാൻ അവൾക്ക് വീട്ടിൽ ഹോട്ടലൊന്നും ഇല്ല. എന്തായാലും അവര് കാണിച്ച മോശമായിപ്പോയി. ചുമ്മാ ആശ എന്നിട്ട് പറ്റിക്കുന്ന ശരിയായില്ല. എന്റെ കൂട്ടുകാരെങ്ങാനും ആയിരുന്നെങ്കിൽ. നിന്റെ കൂട്ടുകാരായിരുന്നെങ്കിൽ വീട്ടിൽ വന്നാൽ ചോറും പാത്രം കൂടെ വടിച്ചു നിന്നിട്ട് പോയേനെ. അങ്ങനെ കൂട്ടുകാരായ സ്നേഹമുള്ളോണ്ടല്ലേ. എന്നിട്ട് നീ എവിടെങ്കിലും പോയി കഴിച്ചിട്ടുണ്ടോ? എന്നെ ആരും വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല. എടി, കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോ അവരെ മനസ്സിലാക്കി വേണം തെരഞ്ഞെടുക്കും. മരിക്കാൻ കിടന്ന അപ്പൂപ്പനെ കാണാൻ വന്നപ്പോ അപ്പൂപ്പൻ എന്തിനാ അരിഷ്ടമെന്ന് ചോദിച്ച് അതെടുത്ത് കുടിച്ചവരാ നിന്റെ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർ. പിന്നെ അത് വിടുന്നത് എന്തിനാ? പല കാര്യത്തിലും നിന്നെ അവര് പറ്റിക്കുന്ന നീ മനസ്സിലാക്കുന്നില്ല. നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. ചന്ദനത്തിരി അമ്പലത്തിലും കത്തിക്കും, മരിച്ചിടത്തും കത്തിക്കും. പക്ഷെ നമുക്ക് മണം ഇഷ്ടപ്പെടുന്നത് അമ്പലത്തിൽ ചെല്ലുമ്പോഴാണ്. അത് നീ മനസ്സിലാക്കണം. അച്ഛമ്മക്ക് എവിടെ നിന്ന് ഇങ്ങനത്തെ ഡയലോഗ് ഒക്കെ കിട്ടുന്നേ? അത് ഞാൻ റീൽസ് കണ്ട് ഓർത്ത് വെച്ചതടി. എന്നേലും പറയാൻ പറ്റുമെന്നറിയായിരുന്നു. അതുകൊണ്ട് ഇനി ഇവിടെ നിന്റെ കൂട്ടുകാരെ പറ്റി സംസാരിച്ചു പോകരുത്. ഇതിനൊക്കെ ഈ പാത്രമൊക്കെ ഇപ്പൊ അല്ലേ ഒരു കാലം ചോറ് കഴിച്ചിട്ട് പോയത്? അത് പിന്നെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞപ്പോ കല്യാണക്കിടയിൽ പാത്രം എടുത്തോണ്ട് പോന്നതാ. എന്നാലും നിന്റെ കൂട്ടുകാരിക്ക് കുറച്ച് ബിരിയാണി ഒന്ന് വിടായിരുന്നു.